എല്ലാവർക്കും നമസ്കാരം. ശബ്ദം ഓക്കെ ആണല്ലോ അല്ലെ? കുറവൊന്നുമില്ലല്ലോ? ശബ്ദം ഓക്കെ അല്ലേ? ഒന്ന് കൈ കാണിച്ച്. ശബ്ദം ഓക്കെ ആണോ? ഞാൻ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നല്ലൊരു ദിവസം എല്ലാവർക്കും വീണ്ടും ആശംസിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളുമായി, പുതിയ പുതിയ പഠനവുമായി, പുതിയ പുതിയ തിരിച്ചറിവുകളുമായി മുന്നോട്ട് പോവുകയാണ്. ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ അത് പ്രവർത്തിക്കാൻ നമ്മൾ അതിനെ അറിഞ്ഞിട്ടും അതിനെ നമ്മൾ ചെയ്യാനായിട്ട് അതിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ നമ്മളെ അലട്ടുന്ന വിഷയം. ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഒരുപാട് ആൾക്കാർ സാക്ഷ്യപ്പെടുത്താറുണ്ട്. തീർച്ചയായും അത് നിങ്ങളിൽ ഓരോ ആൾക്കാരിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് എപ്പോഴും ഈ ഓഫീസിൽ നിന്ന് നേരെ ഓടി വന്ന് മറ്റെല്ലാ പരിപാടികളെയും മാറ്റിവെച്ച് ഈ ക്ലാസ് ഫ്രീ സെഷൻസ് ഇവിടെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പെയ്ഡ് സെഷനിൽ ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്നത് വളരെ കുറവാണ്. ഫ്രീ സെഷനിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത്. പെയ്ഡ് സെഷനിൽ അവർക്ക് കുറച്ച് റെക്കോർഡിങ് ചെയ്ത് കൊടുത്ത് പിന്നെ അവരോട് കുറച്ച് ഇന്ററാക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കാരണം അത് അത്രയും ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ 1 മണിക്കൂർ പറയുന്ന കാര്യത്തെ അവിടെ 5 മിനിറ്റിലേക്ക് സംശീകരിച്ച് തയ്യാറാക്കി കൊടുത്തിട്ട് പലവട്ടം കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റിസൾട്ടുകൾ ഒരുപാട് ഉണ്ടാക്കാനും സാധിക്കും. എന്തുകൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് ഇത്രയും വിശാലമായി സംസാരിക്കാൻ തയ്യാറായി വരുന്നു എന്നതിന്റെ രത്ന ചുരുക്കം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരിലേക്ക്, കോടിക്കണക്കിന് ആൾക്കാരിലേക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഹാപ്പിനെസിന്റെ ധ്വനി അല്ലെങ്കിൽ സന്തോഷം നിലനിർത്താൻ, അവരവരിലുള്ള സന്തോഷത്തെ ഒന്നുകൂടി പാകപ്പെടുത്തി നിലനിർത്തണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടുകൾ നിങ്ങൾ എല്ലാവരും നൽകുക. വീഡിയോ കാണുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ എന്നും രേഖപ്പെടുത്താറുണ്ട്. എങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അത് പകർത്തി നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ആ ഉദാഹരണ സഹിതം ദൃഷ്ടാന്തമായി മാറുക എന്നുള്ളത്. എന്തുകൊണ്ട് ഇപ്പൊ പലരും പറയാറുണ്ട് എനിക്ക് വലിയ മാറ്റമുണ്ടായി, ആൾക്കാർ ചോദിക്കുന്നു എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അത് മാത്രം കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനും നമ്മളിലുള്ള എനർജിയെ, ഞാനിവിടെ നിങ്ങൾക്ക് പുഞ്ചിരി നൽകുന്നത് പോലെ നിത്യവും പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി എല്ലാവർക്കും മാറാൻ സാധിക്കണം. ചില സമയത്ത് ചില സൈക്കോളജിക്കലും ഫിസിയോളജിക്കലുമായിട്ടുള്ള വിഷമതകൾ അനുഭവിക്കുന്ന ആൾക്കാർ, ചില ഹോർമോൺസ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. അവർക്കെല്ലാം പുഞ്ചിരിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യവുമാകില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ പുഞ്ചിരിക്കുള്ള ഹോർമോൺ ഇല്ലെങ്കിൽ ഇത് സാധ്യമാവില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള വഴികൾ എന്താണ് എന്നുകൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ വന്ന് അത് കൃത്യമായി പറഞ്ഞു ഇന്നതാണ് വിഷയം, ഇന്ന കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ, എന്നിട്ട് അത് മാറ്റൂ എന്ന് പറഞ്ഞ് പലർക്കും അത് ദിവസം കൊണ്ട് എന്താ പറയുക 24 മണിക്കൂർ കൊണ്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കല്ല് കൈ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷം വരിക എന്നുള്ളത് നമ്മൾ ആരോട് ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്നവരോട് പറഞ്ഞു തരണ്ട. അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ വളരെ ലളിതമായി പറഞ്ഞു. അത്തരം കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ജീവിതത്തിനെ അങ്ങനെ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ കുറച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കുകയൊന്നും വേണ്ട. വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് ചിരിക്കാൻ മറന്നു പോകുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്തല്ലേ, ചിരിക്കാൻ മറന്നു പോകുന്നവരാണ് അധികവും. എത്ര ചിരിക്കാൻ പറ്റുന്നു എന്ന് സദാ അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നും വേണ്ട. ഹോർമോൺസിന് ഡിഫറൻസ് ഉള്ളവർക്ക് പോലും നിത്യവും അത് പ്രാക്ടീസിലൂടെ, അതാണല്ലോ നമ്മുടെ അഫർമേഷൻ എന്ന് പറയുന്ന അഫർമേഷൻ എന്ന് പറയുന്ന പല രീതിയിൽ നമ്മൾ ഓരോ മത സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പരിപാടിയിലായാലും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ പോലും അതൊരു അഫർമേഷൻസ് ആണ്. അങ്ങനെ ചിരിക്കുന്നതും ഒരു അഫർമേഷനായി മാറുക. ഞാൻ എപ്പോഴും സദാ പുഞ്ചിരിക്കുന്നവനാണ് എന്നുള്ള സ്വയം ബോധമുണ്ടാകുമ്പോൾ നമ്മൾ ആരെ കാണുമ്പോൾ അറിയാതെ പുഞ്ചിരിച്ചു പോകും. അങ്ങനെ ഹോർമോൺസിന് ഡിഫറൻസ് കൊണ്ട് പോലും പറ്റാത്തവർക്ക് നിത്യേനയുള്ള പ്രാക്ടീസ് കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ സാധ്യമല്ലാത്തതൊന്നും നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിലില്ല, എല്ലാം നമുക്ക് സാധ്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയാണ്, ഞാൻ ആരായി തീരണം എന്നുള്ള ചോദ്യം ആദ്യം മനസ്സിലാക്കുക. പരാതിയും പരിവട്ടവുമായിട്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നവനോട് മറ്റൊന്നും പറയാനില്ല, തഥാസ്തു എന്ന് മാത്രമാണ്. അതല്ല, ജീവിതത്തിൽ പലതും നേടണം, എനിക്ക് ജീവിതം ആസ്വദിക്കണം,
സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നവന് അവനോടും പറയാനുള്ള തഥാസ്തു എന്ന് തന്നെയാണ്. കാരണം ആമീൻ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളായിത്തീരുന്നു എന്ന് വിശ്വസിക്കുന്നിടത്താണ് കാലം നടക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് തീർന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, മറ്റാരും ഉണ്ടാക്കിയതല്ല. പല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പല ബന്ധങ്ങളും നമ്മൾ ഇന്ന് വിട്ടുപോകുന്നതും പല അബദ്ധ ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്നതും നമ്മളായി തീരുമാനിച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. അവിടെ വിവേകവും വിചാരവും ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങളായി മാറുകയും ചിലത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്, വേണ്ട, നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വിവേകപൂർവ്വം നിങ്ങൾ ആ ബന്ധത്തെ ഉൾക്കൊണ്ടുണ്ടാവും. അപ്പോഴത് നല്ലതായി മാറും. മറ്റതെല്ലാം നമ്മുടെ ചിന്തയുടെ വൈകല്യമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഒറ്റ കാര്യം മാത്രം മാറ്റിയാൽ മതി ജീവിതം മാറാനായിട്ട്. എന്താണ് ആ കാര്യം എന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഒറ്റ കാര്യം മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ജീവിതം മാറുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരുപാട് തെളിവുകളുടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ ആയതിന്റെ ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ ഈ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നതും ഞാൻ ഒറ്റ കാര്യം മാറ്റിയത് കൊണ്ട് തന്നെയാണ്. എനിക്കെന്റെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കൃത്യമായി പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു കോഴ്സ്, വളരെ കൃത്യമായി പറയുന്നു, അതിബൃഹത്തായ കോഴ്സാണ്. വളരെ ലളിതമായി ഭാരതീയ നമ്മുടെ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് എന്താണോ നമ്മുടെ നീതി, നമ്മുടെ സംസ്കാരത്തിൽ അടിസ്ഥാനപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെ റിസർച്ച് ഉള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ. ആ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ പലതും മറന്നുപോയതിന്റെ വിഷയത്തിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങൾ. അതിനെയൊക്കെ വളരെ ലളിതമായി പാകപ്പെടുത്തി അതിബൃഹത്തായ ഒരു കോഴ്സാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് സമൂഹത്തിൽ ജോലിയുള്ളവനാണോ, വാർദ്ധക്യം ബാധിച്ച ആളാണോ, അല്ല കൊച്ചു കുട്ടിയാണോ, അല്ലെങ്കിൽ 18 വയസ്സും മുകളിലുള്ള ടീനേജേഴ്സ് ആണോ, അല്ല 30 വയസ്സായി അച്ഛനാവാൻ പോകുന്ന ആളാണോ, അല്ല അച്ഛനായവനാണോ, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആത്മാന്വേഷണത്തിന്റെ യാത്രയാണ്. ആത്മാന്വേഷണത്തിന്റെ യാത്ര എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ലളിതമായി മാറും. അതത്ര ലളിതമായും അല്ലെങ്കിൽ ഇത്രയും സങ്കീർണവുമല്ല. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള എല്ലാ വഴികളും അവിടെ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിലിനെ ഒന്ന് മുട്ടുക, അത് തുറക്കുക, ആ ചിന്തയെ മാറ്റുക. നമ്മൾ എന്തായി തീരണം എന്ന ചിന്തയിലേക്ക് നമ്മൾ സ്വയം സെൽഫ് അവെയർനെസ്സിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം വളരെ ലളിതമായി സാധ്യമാകും. പിന്നെ ചെയ്യുന്നതെല്ലാം ഓട്ടോ സജഷനാണ്, യാന്ത്രികമായിരിക്കും. അത് നമ്മൾ എന്താണോ തീരുമാനിച്ചത് നമ്മൾ അതായിത്തീരും. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഞാൻ എന്തായി തീരണം എന്നതിന്റെ ഉത്തരം നമ്മുടെ കയ്യിലില്ലാത്തതാണ്. അത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് തന്നിരിക്കുന്ന വളരെ ചെറിയൊരു എമൗണ്ടിലാണ്. ഈ കോഴ്സിനെ പറ്റി പറയാതെ പോകാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഇനി അത്രയും വിപുലമായ കോഴ്സ് നിങ്ങൾക്ക് ഒരു 25,000 രൂപയിൽ കുറച്ചുകൊണ്ട് ഒരാൾക്കും തരാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ടീമിന് വേണ്ടി മാത്രമാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ച പ്രകാരം 4,444 രൂപ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ പുസ്തകം അല്ല കേട്ടോ. ഇതിൽ അഫർമേഷൻസ് ആണ് ഉള്ളത്. ഇതല്ല സംഭവം. ഞാൻ പേര് അങ്ങനെ ഇട്ടു എന്ന് മാത്രമാണ്. കാരണം ഇത് രണ്ടും അത്രയും കറക്റ്റ് ആണ്. ഇതിലുള്ള 1% ആ കോഴ്സിൽ പറയാൻ പോകുന്ന 1% മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. അത്രയും വിപുലമായി ആണ് ആ കോഴ്സിനെ മൊഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത ആൾക്കാർ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ അത്രയും വിപുലമാണ് കോഴ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങൾ, അവരനുഭവിക്കുന്ന എന്താ പറയുക സന്തോഷത്തിന്റെ ആ വിത്തുകൾ കൂടി ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് പോകാം. അൺമ്യൂട്ട് ചെയ്തോളൂ. ലതിക മോഹൻ പറഞ്ഞോളൂ. ലതിക മോഹന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം അവിടെ കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പറഞ്ഞോളൂ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എന്റെ ശബ്ദം റെഡിയല്ല അവിടെ. പറഞ്ഞു.
ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാൽ ഇന്നലെ സാറ് യൂട്യൂബ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സാറിനോടൊരു കാര്യം, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്റെ മകന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു, അത് ഒരു 10 ലക്ഷമായി, 10-10.5 ലക്ഷമായി നിൽക്കുന്നു. അപ്പം ഞാൻ മകനെയും കൂട്ടി ഇവിടെ നോട്ടീസ് വന്നപ്പോ റീജിയണൽ മാനേജറെ എല്ലാം കാണാൻ പോയിരുന്നു. അപ്പം സാറ് ഒരു വിധത്തിലും അനുവദിക്കുന്നില്ല. ഒരു 9.50 നിങ്ങൾ അടക്കണം, 9,50,000 എങ്കിലും അടക്കണം എന്ന് പറഞ്ഞു റീജിയണൽ ഓഫീസിൽ പോയപ്പോ. അപ്പൊ ഞാൻ അങ്ങനെ നിരാശയോടെ തിരിച്ചു വന്നു. അങ്ങനെ ഒരുമിച്ച് അടക്കാനും അങ്ങനെ അടക്കാനൊന്നും പൈസ ഇല്ല, ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. അപ്പൊ ആ വിഷമത്തോടെ തിരിച്ചു വന്ന് കുറെ നാളുകൾ സാറിനെ കണ്ടുമുട്ടി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇനിയും മേലിലും സാറിന്റെ അനുഗ്രഹം മുന്നോട്ട് എനിക്ക് ഉണ്ടാവണം എന്നാ എനിക്ക് ആഗ്രഹം പറയാനുള്ളതും. എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, സാറിന്റെ കൂടെ നിന്നാൽ നമ്മൾ എന്തായാലും തീർച്ചയായും നമ്മൾ ഉന്നതിയിലേക്ക് എത്തും നല്ല മനസ്സോടെ എന്നുള്ള ചിന്തയാണ്. ഞാനൊരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ദേവിയെ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ന് 10 മണിക്കായിരുന്നു വൺ ടൈം സെറ്റിൽമെന്റിന്റെ എല്ലാ നടപടികളും. അപ്പൊ ഞാനും മകനും കൂടി ബാങ്കിലെത്തി. അപ്പൊ സാറ് നമ്മളെ വിളിച്ചത്, മിഥുൻ മോഹൻ എന്ന മകന്റെ പേര്. അപ്പൊ നമ്മളെ വിളിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഈ എന്താ ചെയ്യാൻ പോകുന്ന, പിന്നെ 10.5 ലക്ഷം ആയല്ലോ എന്ന്. അപ്പൊ നമ്മള് പറഞ്ഞു, അങ്ങനെ അടക്കാൻ നമ്മൾ അതിൽ പൈസ ഇല്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ സാർ ഇങ്ങോട്ട് പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് അതിൽ കുറച്ച് തന്നാലേ പറ്റുമോന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, ഒരു 5 ലക്ഷം, ഒരു 5.5 ലക്ഷം ആക്കി തരണം എന്ന് പറഞ്ഞു. ലാസ്റ്റ് സാർ ഒരു 5.25 അടക്കുവാണെങ്കിൽ നമുക്ക് 3 മാസത്തിന്, ജൂൺ മാസം വരെ, ജൂൺ മാസം 28 വരെ ലാസ്റ്റ് ഡേറ്റ് വന്നു. നമ്മൾ വളരെ സന്തോഷത്തോടെ ഞാൻ സാറിന്റെ കല്ല് ടെക്നിക്ക് ഉപയോഗിച്ചു. ആ കല്ല് വലത്തെ കൈ തന്നെ മുറുക്ക പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. സാറിനെ മനസ്സിൽ നന്നായിട്ട്, സാറിനെ ദൈവത്തിനെ പോലെ ഞാൻ കാണുന്നു, മനസ്സിലിങ്ങനെ കണ്ടു. അങ്ങനെ ഒരു നിമിഷത്തില്, അത്രയും നല്ലൊരു സന്തോഷത്തിൽ ഒരിക്കലും ഇല്ല. നമ്മളെ കൂടെ വന്ന് 2.5 ലക്ഷം എടുത്ത കുട്ടിക്ക് 4 ലക്ഷമാണ് അടക്കാനുള്ളത്. അതുപോലെ കുറെ പേർക്ക് വലിയ തുക അടക്കാനുണ്ടായിരുന്നു. ഞാൻ എന്തായാലും വിചാരിച്ചു 7 കുറയില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്തായാലും 5.25 നിന്നു. സാർ ഇന്നലെ പറഞ്ഞിരുന്നു, എന്തായാലും നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്ന ഒരു തുകയിലേക്ക് അത് കുറയട്ടെ, അങ്ങനെ വരുന്നു സാർ ഇന്നലെ പറഞ്ഞിരുന്നു. അത് നടന്നു സാറേ. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഇനിയും സാറിന്റെ അനുഗ്രഹം മുകളിലേക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ. സന്തോഷം, ഹാപ്പി, എങ്ങനെ പറയണമെന്ന് അറിയില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം, വളരെ സന്തോഷമുള്ള കാര്യം. കാരണം അതൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട്, ഞാൻ ഇന്ന് നിങ്ങളത് പറഞ്ഞപ്പോഴേ, ഇന്ന് ഇതും കൂടി പറയാതെ സംഭവിച്ചതാണ്. നമ്മൾ ബിസിനസ് മാസ്റ്ററി ഹബിൽ വായ്പ എടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ട്, വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു 8 പോയിന്റുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴും ഫ്യൂച്ചറിൽ വായ്പ എടുക്കുന്നത് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ലോൺ ആയാലും എല്ലാം വായ്പയാണെന്ന് മറക്കാതിരിക്കുക. ഏതായാലും നല്ലൊരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്ന. ആ മാനേജറിന് ഒരു 100 നന്ദി പറഞ്ഞേക്ക്. അത്രയും നല്ലൊരു എമൗണ്ട്, വളരെ ചെറുതാണ്. വളരെ ബാങ്കിനെ സംബന്ധിച്ച് 5 ലക്ഷം ലോൺ എടുത്തിന് 5.25 ലക്ഷം അടക്കാനാണ് പറയുന്നതെങ്കിൽ വലിയൊരു ഇതാണ് നൽകിയിരുന്നത്. അത് 100 നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയാൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടിയാണ് നന്ദി പറയാം. കാരണം ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സെറ്റിൽമെന്റ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും സാമ്പത്തിക പുരോഗതി അതിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ലതിക മോഹൻ. മറ്റാരോ പറഞ്ഞു, ശരിയാണ് കേട്ടോ, എന്റെ ഗൂഗിൾ പേ നിറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇന്ന് ഒറ്റ കാശ് വന്നിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. ആരാ അവിടെ പറഞ്ഞത്? സാർ, മിനിമോളുടെ സഹോദരിയും സഹോദരന്റെ ഭാര്യയും ഈ ക്ലാസ് കാണുന്നുണ്ട്. നല്ല സന്തോഷം, എനിക്ക് നല്ല സന്തോഷമാണ്. ഞാൻ അവരോട് പറഞ്ഞത്. ശൈലജ പറഞ്ഞു, സാർ പൈസ അയച്ചിട്ട് വരുന്നില്ല, സാറിന്റെ അക്കൗണ്ട് നിറഞ്ഞോ? ഞാൻ പൈസ, എന്റെ അക്കൗണ്ട് നിറഞ്ഞു കാണുമോ? ദൈവമേ, ഇങ്ങനെയും വരുമോ? അയക്കോ, അറിയില്ല, അറിയട്ടെ. അറിയാൻ പറ്റുന്ന അക്കൗണ്ട് എന്നല്ല, എന്തോ ഗൂഗിൾ പേര് എന്തോ ഒരു ടെക്നിക്കൽ എററാന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് എനിക്ക് കാശ് പോയിട്ടില്ല, ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ അയച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് കേട്ടോ, അത് സത്യമാണ്. എന്തായാലും എന്തോ ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ അക്കൗണ്ടല്ല, അക്കൗണ്ട് ആണെങ്കിൽ ഒന്നൊന്നുമല്ല, കുറെ അക്കൗണ്ട് ഉണ്ട്, അപ്പൊ ഏതെങ്കിലും വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ പേയിൽ എന്തോ ടെക്നിക്കൽ എറർ കേട്ടോ, ഒന്നും ഗൂഗിൾ പേ വന്നിട്ടില്ല. എനിവേ, അയച്ചു നോക്ക്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ ടെസ്റ്റ് ചെയ്യാം കേട്ടോ, സമയമുണ്ടല്ലോ. അറിയാനില്ല. ഓക്കെ, എന്താ ആരാ സംസാരിക്കാനുള്ള? വനജ, എന്താ പറയാനുള്ള വനജ ദേവി? പറയണ്ടോ? സാറേ, ഇങ്ങോട്ട് എനിക്കിന്ന് അത്യാവശ്യമായിട്ട് പൈസ ആവശ്യമുണ്ടായിരുന്നു. രാവിലെ ഞാൻ സാറ് പറഞ്ഞ നമ്പർ, എന്റെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ആ നമ്പർ കയ്യിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ താഴെ ഇറങ്ങി വന്നത്. എനിക്കിന്ന് 5 മണിക്ക് രാവിലെ അത് എഴുതി വെച്ചു. 5 മണിയാകുമ്പോഴേക്കും എനിക്ക് പൈസ കിട്ടണം എന്ന് പറഞ്ഞു. എനിക്ക് ആ പൈസക്കുള്ള അച്ചാറിനുള്ള ഓർഡർ എനിക്ക് കിട്ടി. 10,000 രൂപയുടെ ഓർഡർ അത് കിട്ടി. ആ പൈസക്കുള്ള ഓർഡർ എനിക്ക് കിട്ടി. അതിന്റെ പുറമെ ഇന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു.
150 പേരുള്ള ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ ഞാൻ പൊതുവെ അങ്ങനെ മുന്നിൽ കയറി സംസാരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട്, മുമ്പൊക്കെ ഞാൻ പോയിരുന്നു, ഇപ്പൊ എല്ലാത്തിനും പിന്നിലേക്ക് നിൽക്കുന്ന ആളാ. അപ്പൊ അതിൽ പോയിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചർമാർ നിർബന്ധപൂർവ്വം ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ എന്തോ എനിക്ക് അത് നന്നായി പാടാനും കഴിഞ്ഞ നല്ലൊരു കയ്യടി കിട്ടി. അതിന്റെ പുറമെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇനി സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ പിന്നെ മുമ്പും എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് സാർ. ഞാൻ അന്ന് കഥ എഴുതുമായിരുന്നു. കഥ എഴുതിയിട്ടൊക്കെ കീറി കളഞ്ഞതാണ്. മുമ്പൊക്കെ ഇങ്ങനെ കളയും. പക്ഷെ ഇപ്പൊ ഒരു 5-8 കഥകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സിൽ എന്താണോ ഞാൻ കയറാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് ഇതെല്ലാം വരാൻ തുടങ്ങിയത്. എന്റെ മനസ്സിൽ ഞാൻ തന്നെ ഇരുന്ന ചിലപ്പോ കുളിക്കാൻ പോണ സമയത്തൊക്കെ എനിക്ക് എഴുതാൻ തോന്നും. ആ സമയത്ത് അപ്പൊ ഒന്ന് എഴുതും ഞാൻ. ആണെങ്കിലും അത് അപ്പൊ എഴുതണം, അല്ലെങ്കിൽ എനിക്കത് പോകും കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ 5-8 എന്റെ മക്കള് പറയും, അമ്മ എന്തുമാത്രം കഴിവുണ്ട്, അമ്മ ഇതൊക്കെ വെച്ചിട്ടല്ലേ ഇരുന്നിരുന്നത്. അല്ല, എന്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു. എല്ലാ കഴിവും എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കായിരുന്നു. പക്ഷെ എനിക്കല്ല, സാറിന്റെ അനുഗ്രഹം, പ്രാർത്ഥന എല്ലാം ഈ ക്ലാസ്സിൽ വരാൻ എന്തോ ദൈവം നിയോഗം എനിക്ക്, അതുകൊണ്ട് അതെല്ലാം ഇപ്പൊ തിരിച്ചു കിട്ടി. ഞാൻ എന്തായാലും ഈ 2025 എന്റെ കഥകളെല്ലാം കൂടെ ഒരു ബുക്കാക്കും. അയച്ചോളൂ, കഥകളെല്ലാം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തോളൂ, നമുക്ക് എല്ലാവർക്കും വായിക്കാം. സന്തോഷം, നല്ല കാര്യം. ഓക്കെ സാറേ, ഓക്കെ. താങ്ക് യു. ഒരുപാട് നന്ദി. ഞാൻ രാവിലെ എനിക്ക് ഇന്ന് ആ പൈസ അത്ര ടെൻഷനായിരുന്നു. പിന്നെ അതിന്റെയും പുറമെ ഒരു ആൾക്കാരുടെ ഇടയിൽ ഇത്രയും എന്തൊക്കെയോ എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഫുള്ള് പോയി. ഞാൻ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലുള്ള ഒരാൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരിക പറഞ്ഞാൽ ഇപ്പൊക്ക് പറയാം. ഇപ്പൊ ഞാൻ വിചാരിക്കും, ദൈവം എനിക്ക് ഇത്ര കാലല്ലേ ഉള്ളൂ, എനിക്കതെല്ലാം പോയില്ലേ എന്നൊക്കെ തോന്നും ചിലപ്പോ. ഇനി എനിക്ക് ഒരുപാട് എന്തൊക്കെയോ ചെയ്യാറുണ്ട് എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. കഴിയും എന്നുള്ള മനസ്സിൽ വിശ്വാസം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? താങ്ക് യു. ആർക്കും സംസാരിക്കണ്ട, പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തോ. ശ്രീജ MK അൺമ്യൂട്ട് ചെയ്തോ. ഹലോ, പറഞ്ഞോ. ഞാന് തൃശ്ശൂര് വന്നപ്പോ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ കല്യാണക്കാര്യം. പൈസയുടെ കാര്യം, ലോൺ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുത്ത കാര്യങ്ങളൊക്കെ അത് എല്ലാം റെഡിയാവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14-ാം തീയതി വരെ ഞാൻ മരിക്കണോ ജീവിക്കണോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. കാരണം എന്റെ കയ്യിൽ ഒന്നുമില്ല. വേറൊരു 8 പവന്റെ സ്വർണം മാത്രം അമ്മായിയുടെ മോള് തന്നതും പിന്നെ വേറൊരു ചേച്ചി തന്നതും മാത്രമായിട്ട്, എൻ്റെ അടുത്ത് ഒരു ടീച്ചറും തന്നതും മാത്രമായിട്ട് ഒരു 8 പവന്റെ ഗോൾഡ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. 10 പവൻ ഇവൾക്ക് കൊടുക്കും വേണം. പിന്നെ എന്റെ കുറച്ച് ഗോൾഡുകളും മൂപ്പരുടെ ഹസ്ബൻഡിന്റെ കുറച്ച് ഗോൾഡ് എടുക്കും വേണം. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് 15-16 ബാങ്ക് ഉള്ളൂ. ഞാൻ ഈ കല്ല് തന്നിട്ട് അത് പിടിച്ചോണ്ട് തന്നെ രാവിലെ രാത്രി ഇരിക്കുമ്പോഴെല്ലാം ഇത് മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാണ്ട് 14-ാം തീയതി രാവിലെ, 14 കഴിഞ്ഞ് 15-ാം തീയതി രാവിലെ ഞാൻ എന്തായാലും വേണ്ടില്ല എന്ന് കരുതി പട്ടാമ്പി ചെമ്മണ്ണൂര് പോയി മരുമോനുള്ള ഒരു 3 പവന്റെ ഗോൾഡ് എടുത്തിട്ട് വന്നു. മരുമോനും മോൾക്കും കൊടുക്കാനുള്ള ഒരു ചെയിനും ഒരു മോതിരം ഒരു കമ്മലും എടുത്തിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് വീട്ടിൽ കൊടുന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരു എത്തുമ്പടി നിന്നില്ല. അപ്പോഴാണ് മൂപ്പരുടെ ഫ്രണ്ട്സിൽ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇനി ഗോൾഡോ പൈസ എന്താ വേണ്ട, പൈസ ഇനി കൊണ്ട് എത്തിക്കാൻ പറ്റില്ല, 50,000 രൂപ തന്നെ ഉള്ളൂ. ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വൈഫിന്റെ അടുത്ത് ചെന്നാൽ കിട്ടും പറഞ്ഞു. ദൈവം നിലയിറങ്ങി പറഞ്ഞ മാതിരിയാക്കി തോന്നിയത്. ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് വേണം, ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കോളാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിൽ പോയി സംഭവം വാങ്ങിക്കൊണ്ടുവന്ന് 15-ാം തീയതി ഗോൾഡൊക്കെ എടുത്ത് റെഡിയാക്കി. മോളുടെ കല്യാണം ഭംഗിയായിട്ട് കഴിഞ്ഞു. വിചാരിച്ചേക്കാട്ടിലും ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാന്. ഞാനും വിഘ്ന ചേച്ചിയോട് ചോദിക്കും, വിഘ്ന ചേച്ചി ഞാൻ എന്താ ചെയ്യുക. തൃശ്ശൂർ വന്നിട്ട് പരിചയപ്പെട്ടതാ ഞാനും വിഘ്ന ചേച്ചി. വിഘ്ന ചേച്ചിയോട് വിളിച്ചിട്ട് ചോദിക്കും ഞാൻ എങ്ങനെ ചേച്ചി എന്താ ചെയ്യുക. അപ്പൊ വിഘ്ന ചേച്ചിയോട് പറഞ്ഞ് ലോട്ടറി എടുക്കുക. ഞങ്ങള് ദിവസം ഞാനും വിഘ്ന ചേച്ചിയും തിരിച്ചു മറിച്ച് ലോട്ടറി എടുക്കും. അപ്പൊ ഞാൻ പറയാം, നമ്മളെവിടെയോ കിടക്കുന്ന 2 വ്യക്തികൾ നമ്മൾ ഒരുപോലുള്ള മനസ്സാവുകൊണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരുങ്ങോടിയത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ലോട്ടറി തിരിച്ചു മറിച്ചെടുക്കും. ഇപ്പൊ ഈ കല്യാണം അടുക്കായിട്ട് കല്യാണത്തിന്റെ തലേദിവസം മുതൽക്ക് ഇന്ന് വരെയ്ക്ക് ലോട്ടറി എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇനി അതേപോലെ തിരിച്ചു കൊടുക്കാൻ ജൂലൈ 25-ാം തീയതി ആവുമ്പോഴേക്കും എനിക്ക് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഉറപ്പായിട്ടുണ്ട്. കഴിയും. തീർച്ചയായും. വെരി ഗുഡ്. നന്നായി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരില്ലല്ലോ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഉഷാർ നെറ്റോട് എപ്പോഴും ക്ലിയർ ഉണ്ടെന്ന് അല്ലേ? ഇവിടെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കേൾക്കുന്നത് വളരെ കുറവാണ്. ശ്രമിച്ചു നോക്കാം. ഇല്ല, വോയിസ് ആയിട്ട് പിന്നെ അയച്ചോളൂ കേട്ടോ. കേൾക്കുന്നില്ല.
ലീബാമോൾ പറയുന്നു, എന്നോട് ചെയ്ത ഒരു തെറ്റ് ചെയ്തവർ എന്നോട് തെറ്റ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഏറ്റുപറഞ്ഞു, മാപ്പ് ചോദിച്ചു. 2020 മിറാക്കിൾ തുടരുന്നു. ഞാൻ മാപ്പ് കൊടുത്തു. വളരെ നല്ല കാര്യം. ആരോ ചെയ്ത തെറ്റ് അവർ എത്ര വർഷത്തിന് ശേഷം? വർഷങ്ങൾക്ക് ശേഷം ഏറ്റു പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ മിറാക്കിളുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വീണ്ടും വീണ്ടും നടക്കട്ടെ. സന്തോഷം. 2020 മിറാക്കിൾ. 2020 നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ഈ വീക്ക്, ഈ മാസം, അടുത്ത മാസത്തിൽ 2020 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 7 ഡേയ്സ് അല്ല, നമ്മുടെ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ കൂടി ഈ നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ നടക്കും. 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അത് ചെയ്തതിനു ശേഷമാണ് 2020 ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ക്ലാസ് എടുക്കാൻ എന്ത് തീരുമാനിച്ചു അതേ സബ്ജക്റ്റിനെ പറ്റി തന്നെയാണ് ഇന്നിപ്പോടെ അനുഭവമായിട്ട് ടൈപ്പ് ചെയ്ത് പറഞ്ഞില്ലേ ഇപ്പം മോൾ. അതിനെപ്പറ്റി തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താ നമ്മുടെ ക്ലാസ് എന്ന്? അപ്പോൾ ആദ്യം തന്നെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കണ്ടേ? ഇവിടെ എല്ലാവരോടും പറയുന്നു, ഇവിടെ ഒരു സീക്രട്ടുള്ള എന്താ അറിയോ, എല്ലാ ദിവസവും ഞാൻ ടാബ്ലറ്റ്സ് തന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ റിസൾട്ട് എന്ന്. ടാബ്ലറ്റ്സ് കഴിക്കാതെ ഒരാളെയും വിടാറില്ലല്ലോ അല്ലെ? എടുക്കൂ കഴിക്കൂ. യെസ്, ആ ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും ടാബ്ലറ്റ്സ് കഴിക്കുക കേട്ടോ. ടാബ്ലറ്റ്സ് കഴിച്ചാലാണ് നിങ്ങൾക്ക് എല്ലാം സംഭവിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മളെ ഉപേക്ഷിച്ചു പോയവർ, തെറ്റിദ്ധാരണ പോലും നമ്മളെ ഉപേക്ഷിച്ചു പോയവർ കൂടെ വരണം എന്ന്, തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. എന്നെ ഉപേക്ഷിച്ചു പോയവർ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മതി കേട്ടോ. എനിക്കാരുമില്ല, അതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യില്ല. എനിക്ക് അങ്ങനെ ആരും പോയവർ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ എന്നെ ഇപ്പൊ കേൾക്കുന്ന എന്റെ ആരെങ്കിലും ഒക്കെ എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൗർഭാഗ്യം വരാം. കാരണം ഞാൻ എവിടെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വരാം. പക്ഷെ നിങ്ങൾ ആരും വരണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല. ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഒരു സ്വീകരിക്കും. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കിയാൽ മാത്രമല്ലേ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ. നമ്മൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ട് സ്വയം ഒഴിവായിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യപൂർവ്വം തിരിച്ചു വരാം. എല്ലാവരും വരണം. ആരും ബാക്കിയാവരുത്. ലിബമോൾ ടൈപ്പ് ചെയ്ത് ഇപ്പൊ പറഞ്ഞ കമന്റ് ചെയ്ത പോലെ എല്ലാവരും വരണമെന്നില്ല. എല്ലാവരും വരണം, ഒരാളും വരാതിരിക്കും. കാരണം എല്ലാവർക്കും വരാം. ഇനി നമ്മൾ എങ്ങനെ അവരോട് പെരുമാറണമെന്ന് നമ്മൾ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. ആർക്കും വരുന്നതിന് യാതൊരു വിഷയമില്ല. പണ്ട് പെരുമാറിയ പോലെ ബാക്കി ക്ലാസ്സിൽ പറയാം. അത് കറക്റ്റാണ്. എല്ലാവരും തിരിച്ചു വരേണ്ടവർ വരട്ടെ എന്ന് തന്നെയാ പറയുന്നത് അല്ലെ? അപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചു പോയവർ, ശരിക്കും കേൾക്കുക, നമ്മളെ ഉപേക്ഷിച്ചു പോയവർ തെറ്റിദ്ധാരണ ഒഴിവാക്കി കൂടെ വരണം എന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ പറയാട്ടോ. പണി തന്നവർ എങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരാം. അതുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ആരും പൊതുവെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരാൾ ഉപേക്ഷിച്ചു പോവാൻ എന്തായിരിക്കും കാരണം? ഒന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളെ ചിലയാൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാവുക? ഒന്നാമത്തെ കാരണം നമ്മളും അവരും തമ്മിലുള്ള തെറ്റിദ്ധാരണയാവാം. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവരായിരിക്കില്ല, അവരുദ്ദേശിച്ച രീതിയിൽ നമ്മളായിരിക്കില്ല. അപ്പോൾ അവർ ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളോട് മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ നമ്മളോട് അകലുകയും ചെയ്യുന്നു എന്നുള്ള ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം അസൂയയാവാം. നമ്മൾ വളർന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഓടിപ്പോകും. മൂന്നാമത്തെ കാരണം അവർ തീരുമാനിച്ചു കഴിഞ്ഞു, ഇവരെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി, ഇവരുമായിട്ട് എനിക്ക് ഒത്തുപോകുന്നതിൽ ഒരു കാര്യമില്ലെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം അല്ലേ? നാലാമത്തെ കാരണം എന്തായിരിക്കും? നാലാമത്തെ അവരുടെ ദുരുദ്ദേശം, അവരിൽ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു നമ്മളിൽ, അത് അവർക്ക് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അകന്നു പോകാം. ഈ 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞതിലും ആരാണ് യഥാർത്ഥത്തിൽ ബെനിഫിഷ്യറി? ഈ 4 കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന്റെ ശരിയായ ഗുണം ലഭിച്ചവൻ ആരാണ്? തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരാൾ പോവുകയാണെങ്കിൽ അതിന്റെ ശരിയായ ധാരണ ആർക്കാണുള്ളത്?
മറ്റുള്ളവന് നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആഭരണമല്ല അതിന്റെ ഗുണഫലമുള്ളത്. യഥാർത്ഥത്തിൽ ഒരാൾ തെറ്റിദ്ധാരണ പൂർവ്വം നമ്മളോട് പോകുമ്പോൾ അയാളുടെ ധാരണയായിരുന്നു തെറ്റ്, അല്ലേ? പോയയാളുടെ ധാരണയല്ലേ തെറ്റ്, നമ്മുടെ ധാരണയല്ലല്ലോ. ശരിക്കും മനസ്സിലാക്കുക, തെറ്റിദ്ധാരണ മുഴുവൻ ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക്, ആ വ്യക്തിക്ക് ശരിയായ ധാരണ ഉണ്ടായില്ല എന്നതിനാണ് അർത്ഥം. അപ്പോൾ ശരിയായ ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? തെറ്റിദ്ധാരണ ഉള്ളയാളുടെ അല്ലേ? നമ്മളത് അറിയുന്നു പോലും ഇല്ലല്ലോ. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? ഇനി അതിനുള്ള പരിഹാരവും പറഞ്ഞുതരാം. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നതിന്റെ അർത്ഥം, ശരിയായ രീതിയിലുള്ള ആശയവിനിമയം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നോ, അല്ലെങ്കിൽ കേട്ടയാൾ പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ അയാളുടെ ഇംഗിതമുള്ള കാര്യങ്ങൾ കേട്ടത് കൊണ്ടല്ലേ. നമ്മളൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തിയെയും അതാത് വ്യക്തിയായി അംഗീകരിച്ചുകൊണ്ടാണ് ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ അവർ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാവകാശം കൂടി ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളോട് ബന്ധം സ്ഥാപിച്ചു എങ്കിൽ ആ വ്യക്തി എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ആ വ്യക്തി മറ്റൊരു വ്യക്തി പറയുന്നത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അത്തരം ധാരണകൾ, മറ്റു തെറ്റായ ധാരണകളെ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ചുമക്കേണ്ട ഗതികേടായി പോവില്ലേ നമ്മൾക്ക്? അത്തരം ഗതികേടുകൾ ചുമന്ന് പോയി കഴിഞ്ഞാൽ എത്ര കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം, തെറ്റിദ്ധാരണ എന്ന് പറയുന്നതിനെ സൊല്യൂഷൻ നമ്മൾക്ക് കണ്ടെത്തി ശരിയായ ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമുള്ളത് ശരിയായ കമ്മ്യൂണിക്കേഷൻ നടക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മളെ വിട്ടുപോയെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന കാര്യം എന്താണെന്നൊന്നും അറിയാമോ? ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. ഒന്ന്, അയാളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് സങ്കടത്തിലും ദുഃഖത്തിലും അത് റിപ്പീറ്റായി പറഞ്ഞ് നാട് മുഴുവൻ പറഞ്ഞു നടന്ന് നമ്മൾ അതിനെ വളരെ വഷളാക്കി മാറ്റും, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അയാളോട് റിവെഞ്ച് നടത്തും, പ്രതികാരം തുടങ്ങും. നീ എന്നെ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള പ്രതികാരം നടത്തും. ഈ രണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഒന്ന്, വീണ്ടും മനസ്സിലാക്കുക, ഒന്ന് അയാൾ പോയതിന്റെ പേരിലുള്ള ദുഃഖവും സങ്കടവും പേറിക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഏത് എനർജിയിലേക്ക് പോകും? അയാളെക്കാളും വളരെ താഴെയുള്ള എനർജിയിലേക്ക്. അയാൾ വിട്ടു പോകുമ്പോൾ ഉണ്ടാക്കിയെടുത്ത അയാളുടെ എനർജി ലെവൽ, അയാളുടെ സ്ഥായിയായ ആ ഭാവത്തിൽ നിന്നും, അയാൾ നിലനിൽക്കുന്ന എനർജിയിൽ നിന്നും സങ്കടമാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വളരെ താഴോട്ട് പോകും. അങ്ങനെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ആ വ്യക്തി ഉയർന്ന ഒരു എനർജിയിൽ നിൽക്കുകയും നമ്മൾ താഴോട്ട് പോവുകയും ചെയ്യുമ്പോൾ പിന്നെ അയാൾ നമ്മളോട് പെരുമാറുന്ന രീതി എന്തായിരിക്കും? താഴെ കാണുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? കാലുകൊണ്ട് ഒരു ചവിട്ടും കൂടി കൊടുക്കും, അല്ലേ? പിന്നെ അയാൾ നമ്മളെപ്പോഴും ബെഗ്ഗറെ പോലെ പോകുക, ബെഗ്ഗറെ പോലെ പറയും, എന്നെ ഒന്ന് സ്വീകരിക്കുമോ, എന്നോട് മിണ്ടുമോ, എന്നെ ഒന്ന് ഫോൺ വിളിക്കുമോ? ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? യാചിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അയാൾ ഒരു ചവിട്ടും കൂടി ചവിട്ടും. അയാൾക്ക് ചവിട്ടാതിരിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഇതൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ഇത് എനർജിയുടെ വിഷയമാണ്. നമ്മൾ സങ്കടത്തിന്റെ കയത്തിലേക്ക് സ്വയം എടുത്ത് ചാടുമ്പോൾ പിന്നെ അവർക്ക് ഒന്നുകൂടി തോന്നും, ഇയാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചതുകൊണ്ട് എനിക്ക് ഒരു ഗുണവുമില്ല, കാരണം ഇയാൾ വളരെ എന്നുള്ള ഒരവസ്ഥയിലെത്തുകയും ആ ബന്ധത്തിനെ അയാൾ വീണ്ടും വീണ്ടും അകലാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ പരിതപിച്ചുകൊണ്ടേയിരിക്കും. ഇത് യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണക്ട് ചെയ്യുക, യാഥാർത്ഥ്യമല്ലേ?
രണ്ടാമത്തെ കാര്യം, ഒരാൾ നമ്മളുമായി അല്ലെങ്കിൽ അകന്നു പോയാൽ പിന്നെ നമ്മൾ റിവെഞ്ച് ആണ് തുടങ്ങുക. കണ്ടവരോടും പോയവരോടും വന്നവരോടും സോഷ്യൽ മീഡിയയിൽ മൊത്തം അയാളെ വെല്ലുവിളിക്കും. അയാളെ വെല്ലുവിളിച്ച് അയാൾ പഴയ കാര്യം ചെയ്തതിനെയൊക്കെ എടുത്തിട്ട് കൊട്ടി 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 അയാളെ മാക്സിമം നാറ്റിക്കാൻ ശ്രമിക്കും. പക്ഷെ നാറുന്നത് ആരാണെന്നുള്ള ബോധം പോലും വരാതെ, അല്ലേ? അപ്പോഴെന്താണ് സംഭവിക്കുക? നിങ്ങൾ സ്വയം അയാളെക്കാളും വലിയൊരു എനർജിയിലേക്ക് മാറി എന്ന് സ്വയം തോന്നുകയും അയാൾ പാവം, അയ്യോ പറ്റിയല്ലോ, ഇയാളുമായിട്ടുള്ള ഞാൻ ഇയാളുമായി ബന്ധപ്പെട്ടത് തന്നെ പറ്റിപ്പോയല്ലോ എന്നോർത്ത് അയാൾ സങ്കടപ്പെട്ട് ഖേദപ്പെട്ട് അയാൾ വീണ്ടും എവിടെ കിടക്കും? അയാൾ ലോ എനർജിയിലേക്ക് പോകും. നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഹൈ എനർജിയിൽ പോകും. പിന്നെ അയാൾ ഇങ്ങോട്ട് സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചവിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കും. രണ്ടും ഒരേപോലെയല്ലേ സംഭവിക്കുന്നത്? ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഹസ്ബൻഡിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഹസ്ബൻഡ് എപ്പോഴും അങ്ങനെയാണ്. അത് എപ്പോഴും ഒരു ഇതല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ഹസ്ബൻഡാണ്. എന്ത് ചെയ്യും? ഞാനിത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇവിടെ കിട്ടും. അതുകൊണ്ട് അത് ഇന്ന് പറയില്ല, മറ്റു ദിവസം പറഞ്ഞാൽ കേട്ടോ. ഹസ്ബൻഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിന്റെ ക്ലാസ് എടുക്കാം. ഹസ്ബൻഡ് അങ്ങനെയല്ല, സ്വന്തം ഹസ്ബൻഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അങ്ങനെ ക്ലാസ്സിന് എടുക്കാം. അല്ലെങ്കിൽ തെറ്റിപ്പോയി, അത് വേണ്ട. സ്വന്തം ഹസ്ബൻഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ക്ലാസ് എടുക്കാം. സോറി പറഞ്ഞാൽ ചവിട്ടുന്ന എന്തിനാന്നോ? സോറി പറഞ്ഞാൽ നിങ്ങൾ ചവിട്ടും, ഉറപ്പാണ്. നിങ്ങൾ അതിനെ അഹങ്കാരത്തിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരാൾ വന്ന് സോറി പറഞ്ഞാലും ചവിട്ടും. അത് സ്വാഭാവികമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഈസിയായി ചെയ്യേണ്ട ഒറ്റ മെത്തേഡ് പറഞ്ഞു തരാം. തെറ്റിദ്ധാരണയുണ്ടായി ഒരാൾ നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ 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 ലളിതമായ ഒരു കാര്യമാണ്. വളരെ ലളിതമായ കാര്യമാണ്. എന്താണ്? അതിന് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇന്നതാണ് സുഹൃത്തെ സംഭവിച്ചത്. നിനക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി, യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് എത്ര ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? അകന്നുപോയ ബന്ധങ്ങളിൽ ഒരു വ്യക്തമായ കമ്മ്യൂണിക്കേഷന് വേണ്ടി സ്വയം ശ്രമിച്ച ഒരു കാര്യങ്ങളെ പറ്റി ഒന്ന് പറയും. പോയിട്ടുണ്ടാവാം. അതായത് ഭർത്താവ് ഉടക്കിയിട്ട് 2 വഴക്കും പറഞ്ഞ് പോയ സമയത്ത് തിരിച്ചു വന്നാൽ സോറി പറയുന്ന മുമ്പ് 2 ചാട്ടം അങ്ങോട്ട് ചാടിയിട്ടായിരിക്കും തിരിച്ചു പറയും. നിങ്ങൾ ഒന്ന് കേൾക്കൂ, ഞാൻ പറയുന്നു. ഞാൻ ഭർത്താവിന് പറയുന്നില്ല, ബന്ധത്തെ മാത്രം ഇപ്പൊ പറഞ്ഞു പോകാം. കൂട്ടുകാരാണെങ്കിലോ അല്ലെങ്കിൽ ബന്ധുവാണെങ്കിലോ തിരിച്ചു പറയുന്നതിന്റെ ആ ട്യൂൺ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേ നാണയത്തിലായിരിക്കും പറയുക. അതല്ലാതെ വളരെ സാവധാനം, വളരെ സ്വസ്ഥമായി, വളരെ ശാന്തമായി നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ ബന്ധം അവിടെ ചേർക്കപ്പെടും. അതാര് പോയാലും ശരിയായി. ഒരാളൊരു വികാരത്തിന്റെ പുറത്ത് മാത്രമേ നമ്മൾ ഇന്ന് വിട്ടുപോകുള്ളൂ. പക്ഷെ നമ്മൾ അവരോട് പ്രതികരിക്കുന്നത് അതേ വികാരത്തിൽ തന്നെയായിരിക്കും. അതല്ലാതെ ശാന്തമായി വളരെ സ്വസ്ഥമായി അവരോട് തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ 90% ബന്ധങ്ങളും തിരിച്ചു ചേർക്കപ്പെടും. നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ബന്ധത്തിൽപ്പെട്ടപ്പോൾ നമ്മൾ ഒന്നിക്കൽ അവർ നമ്മളോട് വളരെ വയലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക. നമ്മൾ തിരിച്ച് മിണ്ടാതെ എല്ലാം കേട്ടിരിക്കുന്നവർക്കാണെങ്കിൽ തിരിച്ച് ഒരു സമയം വരുമ്പോൾ അതിന് സമയത്തിന് വെയിറ്റ് ചെയ്യുക. സമയം വരുമ്പോൾ വളരെ ശാന്തതയോടെ ഇമോഷൻ ഒന്നുമില്ലാതെ അവരുമായി സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 100% ആ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരും. അതിന് വേണ്ട 1-2 കാര്യങ്ങളാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആ വ്യക്തിയെ കൃത്യമായി ശ്രദ്ധിക്കുക. ഇയാൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇയാളുടെ ഇപ്പോൾ അവസ്ഥ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഒരാൾ നമ്മളെ അകന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരിഞ്ഞു നോക്കത്തില്ല. ആരെങ്കിലും അയാളെ പറ്റി എനിക്ക് അയാളെ കാണണ്ട, എനിക്ക് അയാളോട് സംസാരിക്കണ്ട, എനിക്ക് അവരോട് വേണ്ട എന്നുള്ള ഒച്ചത്തിലും ബഹളത്തിലും പെട്ട കാര്യത്തിൽപ്പെട്ട് അവരോട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവരോട് ബന്ധം വിച്ഛേദിച്ച് കളയും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ കൃത്യമായി അയാളെ വാച്ച് ചെയ്യുക. അവരുമായിട്ടുള്ള ബന്ധം നമ്മളെ ഇന്ന് പോയിട്ടില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷനും പോകേണ്ടതില്ല. മിണ്ടാതെ അയാൾ വാച്ച് എന്താണ് അയാളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. അതിന് പറയുന്ന പേരാണ്, എഴുതി വെച്ചോളൂ, ഒബ്സർവേഷൻ. സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അയാളെ ശാന്തമായി നിരീക്ഷിക്കുക. രണ്ടാമത്,
അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന വികാരം എന്താണ്, എന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ, ഞാൻ ദേഷ്യത്തിലാണോ, ഞാൻ സങ്കടത്തിലാണോ എന്ന് ഒന്ന് നമ്മൾ സ്വയം ഫീലിങ്ങിനെ മനസ്സിലാക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ശാന്തമായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശാന്തമായ അവസ്ഥയിൽ മാത്രമേ ഏതിനെയും നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അനുഭവിക്കുന്ന വികാരങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ശാന്തത കൈവരുത്തുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഇയാളുമായിട്ടുള്ള ബന്ധം എനിക്ക് ആവശ്യമാണോ, നീഡാണോ, ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകേണ്ടത് എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ള തീരുമാനത്തിലെത്തുക. ഇതില്ലാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരുമായി വീണ്ടും നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ടെന്നേ. അവരോട് എല്ലാവരും പോയിട്ട് കൂട്ടിയോജിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കാരണം അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. അവരുമായിട്ട് ബന്ധം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. നാലാമത്തെ കാര്യം, നമ്മൾ സ്വയം അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനം അത് അവരിൽ നിന്നുണ്ടാവുന്നുണ്ടോ, അവർ വീണ്ടും നമ്മളെ പ്രകോപിപ്പിക്കാനാണോ പരിപാടി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവരിൽ ഉണ്ടാവുന്നുണ്ടോ. നമുക്ക് യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്, നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം ഒരാൾ വിച്ഛേദിച്ചാൽ നമ്മൾ ഉടനെ തന്നെ അതിൽ വേദന അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങളില്ലാതെ ഈ ജീവിതം എനിക്ക് സാധിക്കില്ല എന്ന് നമ്മൾ വിധി എഴുതിക്കളയും. നിങ്ങൾ എനിക്ക് ഏറ്റവും വലുതാണെന്ന് നമ്മൾ വിളിച്ചു പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? യഥാർത്ഥത്തിൽ വേദന ആരാണ് അനുഭവിക്കുന്നത്? നമ്മൾ തന്നെ. അപ്പോൾ നമുക്ക് അവിടെ ആ സ്ഥലത്തെ ഒട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അതിനെ സ്വസ്ഥമായി ഒബ്സർവ് ചെയ്ത് ആ ഫീലിങ്സ് മുഴുവൻ അനുഭവിച്ച് അവരുമായിട്ടുള്ള ബന്ധം ആവശ്യമാണോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഒന്നാമത് പറയുന്നത് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 4 ഘടകങ്ങളെ പറ്റിയിട്ടായിരുന്നു. ഇത് വളരെ വിശദമായി നമുക്ക് പഠിക്കാം, അറിയണം. കാരണം ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്, നിങ്ങൾക്ക് വല്ലാത്ത വികാരം ഉണ്ടാവാം അവരുമായിട്ട്. അങ്ങനെ ഉള്ളതിനെ പറ്റിയിട്ടാ പറയാം. ചില ബന്ധങ്ങൾ നമുക്ക് വിച്ഛേദിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് സാധിക്കില്ല. അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, ഞാൻ എത്ര സ്നേഹിച്ചു, ഞാൻ അങ്ങനെ പല പല കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു 40 പ്രേമത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ബ്രേക്കപ്പിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയാൻ തൽക്കാലം താല്പര്യം, ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വല്ലാത്ത മാനസികമായ ഇമോഷണൽ ഔട്ട്ബ്രേക്ക് ഉണ്ടാവാം. ഇത് മറികടക്കാൻ ചെയ്യാവുന്ന ലളിതമായ പ്രക്രിയയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അവരോട് നിങ്ങൾക്കുണ്ടായ എല്ലാ വികാരത്തെയും എഴുതുക. എന്റെ അവസ്ഥ ഇന്നതാണ്, എഴുതി വെക്കുക. എഴുതി വെക്കണല്ലോ, എഴുതിക്കോളും. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയാൻ നിൽക്കാതെ വ്യക്തമായി എഴുതിക്കൊണ്ടേയിരിക്കുക. അവരുടെ അഭാവം എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന്. കവിതകൾ എഴുതിയതൊക്കെ അങ്ങനെയല്ലേ? കവിതകളും കഥകളും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പ്രണയ നൈരാശ്യങ്ങളിലും അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കുറവ് അനുഭവപ്പെടുമ്പോഴൊക്കെയാണ് കവികൾ ഒരുപാട് കവിതകളൊക്കെ എഴുതുന്നത്. അതുപോലെ എഴുതുക, വികാര വിക്ഷോഭങ്ങൾ പുറത്തെടുക്കുക. ഇതിന് പറയുന്ന പേരാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇമോഷണൽ റൈറ്റിംഗ് തെറാപ്പി എന്ന് പറയും. ഇമോഷണൽ റൈറ്റിംഗ് തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള വികാരത്തെ ഔട്ട്ബ്രേക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ അഭാവം എങ്ങനെ നമ്മളെ ബാധിക്കുന്നുവെന്ന് എഴുതി വിടുക. ഇനി എന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഏറ്റുപറയുക, അത് എഴുതുക. എന്റെ ഭാഗത്ത് ഇന്നെന്ന പിഴവുകൾ സംഭവിച്ചത് കൊണ്ടല്ലേ എന്ന് അയാളോട് നേരിട്ട് പോയി പറഞ്ഞിട്ട് സമയം കളയാൻ ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിലേക്ക് ഇമോഷൻസ് അങ്ങനെയാണെങ്കിൽ അയാൾക്കത് മനസ്സിലാക്കാൻ അന്നേരം പറ്റില്ല. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോൾ അറിയാം, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് സംഭവിക്കുന്നുവെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള ഇമോഷനെ നമ്മൾ എഴുതുകയാണെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും, അല്ലെ? അപ്പോ അത് എഴുതി കളയുക എന്നുള്ളത്. ഇനി ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് തയ്യാറാവുന്നത്, അവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും, ഇന്നത്തെ കാര്യങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിനെ മാറ്റാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന് ചിന്തിക്കുക. ഇത് മുന്നോട്ട് പോവുക. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ഇത് ഒരു ടെക്നിക്കായിട്ട് ഒരു ദിവസം പറഞ്ഞു തരാം.
അപ്പൊ എഴുതിയ കാര്യം എന്ത് ചെയ്യണം എന്നുകൂടി പറഞ്ഞ് മുന്നോട്ട് പോകാട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ എഴുതി കഴിഞ്ഞ പേപ്പറുകളെല്ലാം കത്തിച്ച് കളയുകയും കൂടി ചെയ്യാം. എഴുതിയാൽ പിന്നെ നിങ്ങൾ കത്തിച്ച് കളയണം, വെച്ചേക്കരുത് അവിടെ. കൃത്യമായ വർക്കിംഗ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ഇന്ന് മറ്റു രൂപത്തിൽ പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. എഴുതി കത്തിച്ച് കളയുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർട്ട് ടു ഹാർട്ട് വിഷ്വലൈസേഷൻ എന്ന് പറയും. നിങ്ങൾ അവരുമായിട്ടുള്ള നല്ല ബന്ധത്തെ മാത്രം മനസ്സിൽ കാണുക. അവരുമായിട്ടുണ്ടാക്കിയ നല്ല ബന്ധങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവരുമായി നിങ്ങളുടെ ചങ്ങാത്തത്തെ കൂടുതൽ കൂടുതൽ വിഷ്വലൈസ് ചെയ്യുക. കൂടുതൽ യാത്രകൾ പോകുന്നതും കൂടുതൽ വിനോദോപാസനകൾ ചെയ്യുന്നതും മറ്റെന്താണോ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ അതിനെ കണ്ട് കണ്ട് ആസ്വദിക്കുക. അതിനോരോ നിമിഷത്തെയും ആസ്വദിക്കുക. അവരുമായിട്ടുള്ള നല്ല കാര്യങ്ങളെ മാത്രം വഹിക്കുക. ഇതൊരു എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. അവരുമായിട്ടുള്ള ബന്ധം വെക്കാൻ അവർക്ക് ഓട്ടോമാറ്റിക് നിങ്ങളോട്, ഇതൊക്കെ ടെലിപ്പതി പോലുള്ള വർക്കിംഗ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അവരുമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തെയും ക്ഷമയെയും നിങ്ങൾ മനസ്സിൽ താലോലിച്ച് വളർത്തിയെടുക്കുക. വിഷ്വലൈസേഷൻ, ഹാർട്ട് ടു ഹാർട്ട് വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞു. നാലാമത്തെ കാര്യം നമുക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്താണ് ഹോപ്പനോപ്പനോ എന്ന് പറയുന്ന സാധനം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഘടകങ്ങളിലെയും ഉത്തരം ഇവിടെ കിട്ടും. നിങ്ങൾ സങ്കടത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ അവസ്ഥയിൽ നിന്നും, രണ്ടിൽ നിന്നും ഐഡിയൽ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്ന ടെക്നിക്കുകളാണ് ഈ 4 നിങ്ങളോട് പറഞ്ഞത്. ഇനി 5ാമത്തെ കാര്യം വളരെ പ്രധാനമുള്ളതാണ്, ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന വളരെ 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 പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കീപ് ദ ഡോർ ഓപ്പൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിലേഡ് കോണ്ടാക്ട് എന്ന് പറയും. ഡിലേഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് തിരിച്ചു വരാനുള്ള ഡോർ ഓപ്പൺ ആക്കി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആദ്യം നിങ്ങളോട് പറഞ്ഞ അതേ ഡയലോഗ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, കാരണം എന്റെ മനസ്സ് ശുദ്ധമാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. യാതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. ആ ഉണ്ടാവാതിരിക്കുമ്പോൾ അവിടേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി വരാം. അതിന് ഡോറ് തുറന്നു വെച്ചാൽ മാത്രം മതി. അങ്ങോട്ട് പോയി വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമേയില്ല. നമ്മളൊന്നും സംഭവിക്കാത്ത രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നോക്കൂ. നമ്മൾ അവരോട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിക്കൽ അഹങ്കാരത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബെഗ് ചെയ്ത് സംസാരിക്കും. ഇതൊന്നുമില്ലാത്ത നോർമൽ കമ്മ്യൂണിക്കേഷൻ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ സുഖം തന്നെയല്ലേ, എന്തൊക്കെ വിശേഷങ്ങള്, ആണോ, സുഖമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയി നോക്കൂ. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പിന്നെ ചില ബന്ധങ്ങൾ പഴയ പോലെ തിരിച്ചു വരരുത്. വരണ്ടാത്തത് വരാതിരിക്കുക തന്നെ വേണം. പക്ഷേ നമുക്ക് ഇവിടെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതുണ്ടാവില്ലല്ലോ. ഒരു കല്യാണ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ കണ്ടാൽ, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ, സന്തോഷം, എന്തൊക്കെ വിശേഷം, സുഖല്ലേ എന്ന് ആത്മാർത്ഥമായി ചോദിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്ത് വെക്കണം. ആത്മാർത്ഥമായി അത് ചോദിക്കാൻ പറ്റണം. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ചോദിക്കാൻ പറ്റും. ആത്മാർത്ഥ അകത്ത് നിന്ന് വരും. സ്നേഹമുണ്ട്, അത് ഭദ്രമായ ഒരു ഭാഗത്തുണ്ട്. അത് അവിടെ ഭദ്രമായി വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിനെ എടുത്ത് വെക്കേണ്ടതല്ല, അത് എക്സ്പ്രസ് ചെയ്യേണ്ട സാധനമാണ് സ്നേഹം. അവർ അറിയേണ്ട അനുഭവങ്ങളോട് തിരിച്ചറിവുണ്ടായി കയറി വരട്ടെ. അങ്ങനെയൊന്നും അല്ല. ലൈവ് ഇതൊക്കെ തെറ്റായ കോൺസെപ്റ്റ് ആണ്. നമ്മൾ മനസ്സിലുള്ളത് മറ്റുള്ളവർക്കൊക്കെ ഓട്ടോമാറ്റിക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത് ഒരാൾക്കും ഒരു വാക്കും പറയണ്ട, നമ്മളെ കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ നോർമൽ, ഈ ലോകത്ത് നടക്കുന്നത്. നമുക്ക് നോർമലായി പെരുമാറിക്കഴിഞ്ഞാൽ ആർക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ലളിതമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എത്രത്തോളം ശുദ്ധമാണോ അത്രയും ഇത് നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ എത്രത്തോളം പിടിച്ചു നിർത്തുന്നുവോ അത്രയും അപ്പുറത്തെ സൈഡ് പിടിച്ചു നിർത്തുകയുണ്ടാവും. ഈഗോയിസ്റ്റ് നമുക്ക് എത്രയുണ്ടോ അത്രയും നമ്മളിലേക്ക് വരുന്നവരും ഈഗോയിസ്റ്റിക് ആവും. ഇത് ജേർണി ടു ഹാപ്പിനെസിന്റെ തിയറിയാണ്. നമ്മളിലെ മാലിന്യങ്ങൾ നിറഞ്ഞാൽ മാത്രമേ പുറത്തുള്ള മാലിന്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മളിൽ അതില്ലെങ്കിൽ അപകർഷതാബോധവും കുറ്റബോധവും ദുഃഖവും സങ്കടവും ഇത്യാദി 10 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലും അത് കാണും, ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്നവരെല്ലാവരും അതുമായിട്ട് സമാനമായ ഫ്രീക്വൻസികൾ പരസ്പരം ആകർഷിക്കപ്പെടും. ഒരു കാര്യമില്ല.
നമുക്ക് വളരെ അൺകണ്ടീഷണലായി പെരുമാറാൻ സാധിക്കുമ്പോൾ ആര് നമ്മളുടെ ബന്ധം സ്ഥാപിച്ചാലും ആര് നമ്മളിൽ ബന്ധം അകന്നാലും യാതൊന്നും സംഭവിക്കുകയില്ല. ഇത് മാത്രം തിരിച്ചറിയുക. പിന്നെ ചില ബന്ധങ്ങൾ പോകേണ്ടതാണെന്ന് തിരിച്ചറിവുണ്ടാക്കുക. കാരണം നമ്മൾ ഉയരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാണ്, നമ്മൾ ഉയരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഉയർന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ കുറെ ആൾക്കാരെ കാണാൻ പറ്റണം. നമുക്ക് താഴോട്ട് നോക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉയർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്റെ കൂടെ 10 വയസ്സ് മുതലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് എങ്കിൽ ഞാൻ 10 വയസ്സുകാരനിൽ നിന്നും എന്ത് മാറ്റാണ് ഉണ്ടായത്? മാറ്റമുണ്ടാകുമ്പോൾ, ഉയരുമ്പോൾ നമ്മൾ ചുറ്റുപാടുകൾ മാറുക തന്നെ ചെയ്യും. അപ്പോഴല്ലേ ഉയർച്ച ഉണ്ടാവുക. കോളനിയിൽ നിൽക്കല്ലേ, പട്ടിണിയിൽ നിൽക്കുന്നയാൾ പട്ടിണിയെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ എന്നും പട്ടിണി തന്നെയാണ്, ഒരു സംശയമില്ല. ഒരു ചോദ്യം വന്നത് സ്നേഹിച്ചവർ അകലുമ്പോൾ, സ്നേഹിച്ചവർക്ക് എങ്ങനെ അകലാൻ പറ്റും? അപ്പോൾ സ്നേഹം അവിടെ ഉണ്ടായില്ല എന്നല്ലേ അർത്ഥം. സ്നേഹമാണ് ഉണ്ടായെങ്കിൽ അതിന് അകൽച്ചയില്ല. അവിടെ സ്നേഹമല്ല ഉണ്ടായത്, കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് അകൽച്ച ഉണ്ടാകുന്നത്. സ്നേഹമുള്ളിടത്ത് അകലം ഉണ്ടാവില്ല. അവിടെ സ്നേഹം ഉണ്ടായില്ല, അത് തിരിച്ചറിയാത്തതാണ് തെറ്റ്. സ്നേഹം നടിച്ചവരാണ് അകന്നത്, സ്നേഹം ഉണ്ടായവർ അകലില്ല. അമ്മയും അച്ഛനും മക്കളെ സ്നേഹിക്കുന്നു, അല്ലേ? മക്കൾ എത്ര അകന്നു പോയാലും അമ്മയും അച്ഛന്റെ ആ സ്നേഹത്തിൽ ഒരു കുറവും വരില്ല. ഏതും വരുമോ? ഒരിക്കലും വരില്ല. അപ്പോൾ എപ്പോ വന്നാലും അമ്മയും അച്ഛനും തിരിച്ച് മകനെയും മകളെയും വീട്ടിലേക്ക് കയറ്റുന്നു. ഇത് ഏറ്റവും ദൃഷ്ടാന്തമാണ്. അല്ലെങ്കിൽ അമ്മയും തിരിച്ച് അച്ഛനും അമ്മയും ചിലപ്പോൾ പുറത്താക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അവിടെ സ്നേഹമല്ല ഉണ്ടായത്, അച്ഛനും അമ്മയും എന്ന കണ്ടീഷൻസ് മാത്രമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അവരുടെ സ്വത്തും എന്ന കണ്ടീഷൻ മാത്രമായിട്ടുണ്ടാവുക. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരമ്മയും അച്ഛനും മകനെ മക്കളെ ജനിച്ചു കൂടെ കിട്ടിയപ്പോൾ മുതൽ ഓരോ കൈയിലും അവരുടെ ശരീരത്തിലോ അവന്റെ സ്വത്തിലോ അല്ല സ്നേഹിച്ചത്, ആ മനസ്സിനെയാണ്, അല്ലെ ആ വ്യക്തിയാണ്, ആ ഒരു മകൻ എന്ന് പറയുന്ന, മകൾ എന്ന് പറയുന്നതിനെയാണ് സ്നേഹിച്ചത്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോ വന്നാലും അച്ഛനും അമ്മയ്ക്കും അലിയുന്നതിന്റെ പ്രധാന കാരണം ആ സ്നേഹത്തിൽ കണ്ടീഷൻസ് ഇല്ല എന്നുള്ളതാണ്. മറ്റെല്ലാ സ്നേഹത്തിലും, ഒരു സ്നേഹത്തിൽ കണ്ടീഷൻ വെച്ചവർ മാത്രമേ അകന്നു പോവുകയുള്ളൂ, അല്ലാത്തവർക്ക് അകലാൻ പറ്റില്ല. കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്നേഹിച്ചവർ അകന്നുപോയി എന്ന് ആരും പറയരുത്. സ്നേഹം നടിച്ചവർ അകന്നുപോയി എന്ന് തന്നെ പറയണം. ഇത് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ, എവിടെയും നമ്മൾ കണ്ടീഷൻ ഇല്ലാതിരിക്കുമ്പോൾ, എന്റെ ഭാര്യ എപ്രകാരമാണോ അപ്രകാരം ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ എങ്ങനെയാണോ അപ്രകാരം ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവർ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയാലും എനിക്ക് വലിയ മാറ്റമൊന്നും വരില്ല. ഞാനിവിടെ ഓക്കെയാണ്. അവർക്കത് മനസ്സിലാകുമ്പോൾ തിരിച്ചു വരാം. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് അവർ അകന്നു എന്ന് തോന്നുകയുള്ളൂ. ഈ അകന്നു എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരോട് അകൽച്ച നമ്മൾ കൂടി അകൽച്ച കാണിക്കുമ്പോഴാണ്. 1 or 2 ഫോൺ ചെയ്യുമ്പോൾ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ സ്വയം മുദ്ര കുത്തും, ഇയാൾ എന്നുമായിട്ടായിരുന്നു അകന്നു എന്നത്. അതിന് കാരണവും നമുക്കുണ്ടാവാം, നമ്മളായി ഉണ്ടാക്കിയെടുക്കുന്ന കാരണം. അതവർ പറയാത്തിടത്തോളം കാലം അതൊരു കാരണമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ ലളിതമായി നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, അവര് ഓരോ ബന്ധത്തെയും തേടി പോയി തിരികെ കൊണ്ടുവരികയല്ല ആവശ്യം. അവനെയൊക്കെ കണ്ടീഷൻസ് ഇല്ലാതെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച പോകാത്തവരോ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവർ നമ്മുടെ ഭാഗമായി മാറ്റിക്കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് അവരെ നമ്മുടെ ഭാഗമായി നിലനിർത്തി കഴിഞ്ഞാൽ അവർക്ക് വരാതിരിക്കാൻ ഒരു തരവുമില്ല. സെൽഫ് ആയിട്ട് അവർ വരിക തന്നെ ചെയ്യും. വരാത്തത് നല്ലതാണെന്ന് വിശ്വസിക്കുക. കാരണം വരാത്തത് ചിലപ്പോൾ നമുക്ക് ഗുണകരമായിരിക്കും. കാരണം നമ്മളുടെ ഉയർച്ചയിൽ അവർക്ക് ചിലപ്പോൾ നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചം ചിലപ്പോൾ അവരെ അകറ്റിയിരിക്കാം. അത് സ്വാഭാവികമായ പ്രക്രിയയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. നോ കണ്ടീഷൻ വിത്ത് എനിബഡി. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അറിയുക. നമുക്ക് തുടർ ക്ലാസ്സുകളിലും ഇതുപോലെ പല കാര്യങ്ങളും പഠിക്കാം. ഞാൻ ഇന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജേർണി ടു ഹാപ്പിനെസിന്റെ ഫണ്ടമെന്റൽ കോറായ ബന്ധങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് എപ്പോഴും സംസാരിക്കുക. സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, വിനോദം,
വിനോദത്തെ പറ്റി കൂടുതൽ പറയേണ്ടതില്ല, ഞാൻ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ പറയാറ് കുറവാണ്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി കാര്യം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്. ബന്ധങ്ങൾ എപ്പോഴും നന്നായി കൊണ്ടുപോകാൻ സാധിക്കണം. വഞ്ചിക്കുന്നവരെ എങ്ങനെ കൂടെ കൂട്ടും സാർ? വഞ്ചിക്കുന്നവരെ എന്തിനാണ് കൂടെ കൂട്ടുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. ആരെങ്കിലും നമ്മൾ വഞ്ചിക്കുന്നു എന്ന് കരുതിയാൽ നമ്മൾ അവരെ കൂടെ കൂട്ടണമെന്ന് ചിന്തിക്കുന്നതിന് ഏറ്റവും വലിയ തെറ്റല്ലേ? അവരെ എടുത്തു കളയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. വഞ്ചിക്കുന്നവരെ കൂടെ അതൊരു വളരെ തെറ്റായ ഒരു ചോദ്യം തന്നെയാണ്. ഒരാൾ നമ്മളെ വഞ്ചിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളെ കൂടെ കൂട്ടുക എന്ന് വെച്ചാൽ വിഷം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? സ്വയം വിഷം കഴിക്കുന്നു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എന്നിട്ട് സ്വയം മരിക്കുന്നു, അത്രയേ ഉള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന വഴിയെ തടസ്സമായി നിൽക്കുന്നത് എന്തിനേയും എന്ത് ചെയ്യണം? മറക്കരുത്, ഒരിക്കലും മറക്കരുത്. എന്ന് വെച്ചാൽ നാളെ വലിയ കത്തിയായിട്ട് എടുത്തിറങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിൽ അങ്ങനെ തന്നെ വെക്കുക. ആരും ടൈപ്പ് ചെയ്തില്ല. നമ്മളുടെ വളർച്ചയിൽ മാർഗതടസ്സമായി നിൽക്കുന്ന എന്തിനേയും എന്ത് ചെയ്യണം? മാറ്റുക തന്നെ വേണം, ഒരു സംശയം വേണ്ട. അതിന് ആരോടും ഒരു ദയയും ദാക്ഷിണ്യം വേണ്ട. ഇന്ന് ഞാൻ എന്നോട് വന്ന് ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഒരാൾ പറഞ്ഞ മകന്റെ ഒരു സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയായിട്ട് എന്തിനാണ്? മകൻ നിങ്ങളെ വട്ടം കറക്കുന്നുണ്ടെങ്കിൽ ആ മകനെ തട്ടിക്കളയാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. തട്ടിക്കളയാച്ച കൊണ്ട് ഇതാകുവാനല്ല ഞാൻ പറഞ്ഞത്, അത് ഒഴിവാക്കണം. എന്തിനാണ്? ഒരു തരത്തിലെ വിഷവും സ്വയം എടുത്ത് കഴിക്കരുത്. അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസം നമ്മൾ സ്വന്തമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ധൈര്യത്തോടെ നേരിടാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അത് ഉണ്ടാകുക തന്നെ വേണം. അതിന് യാതൊരു തരത്തിലും ആരോടും നമ്മൾ താഴ്ന്നു നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആവശ്യമേ ഈ ലോകത്തില്ല. നമ്മൾ ഇവിടെ ജനിച്ചത് ഒറ്റയ്ക്കാണ്, നമ്മൾ ഇവിടെ പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. അതിൽ ഒരാളെങ്കിലും പങ്കുചേരുമെന്ന് പറയട്ടെ? നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച, നമ്മളിവിടെ വന്നതിന് ശേഷം, ഒറ്റയ്ക്ക് വന്നതിന് ശേഷം നമ്മളെ കൂടെ കൂടിയ ഒരാളെങ്കിലും പറയാണ്ട് നീ പോകുമ്പോൾ ഞാനും കൂടെ വരാം. ആരെങ്കിലും ഒരാളുണ്ടോ? ഉണ്ടാകുമോ? പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയല്ല വേണ്ടത്, അവനവന് വേണ്ടി ജീവിക്കുക. അവനവൻ ആത്മസുഖത്തിനായി ചെയ്തിടും കർമ്മങ്ങൾ അവരന് തുണയായി നൽകിയാൽ മാത്രം അവനായി മാറേണ്ടതില്ല. നമ്മൾ ഇത് തിരിച്ചറിവിന്റെ ഭാഗമാണ്. ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ്. നമ്മളെ അറിയുക, നമുക്കായി മാറുക, നമുക്കായി ജീവിക്കുക. അപ്പോൾ എല്ലാം ഈ പ്രപഞ്ചം തന്നെ നമ്മളാണ്. തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് വെച്ചാൽ അത് ദൈവം എന്നല്ല ഉദ്ദേശിച്ചത്. അവരും നിങ്ങളും നമ്മളുമൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മൾക്ക് ഗുണമില്ലാത്തത് ഒന്നിനെയും നമ്മൾ പേരേണ്ട ആവശ്യമില്ല. കാരണം അവനിലുള്ളത് നമ്മളിലുള്ളത് ഒന്നാണ്. ഇത് മനസ്സിലാക്കുക, എല്ലാത്തിനെയും ഉൾക്കൊള്ളുക, വേണ്ടാത്തതിനെ കളയുക, വേണ്ടുന്നതിന് മാത്രം എടുക്കുക. നല്ല ചോറും കറിയും ചോറും അല്ലെങ്കിൽ സാമ്പാറും ചോറും ഉണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇട്ട എല്ലാ സാധനവും കഴിക്കാറുണ്ടോ? സാമ്പാറിൽ ഇട്ട എല്ലാ സാധനവും കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. വേണ്ടാത്തതിന് വേർതിരിച്ച് വെക്കാറില്ലേ, ഒഴിവാക്കാറില്ലേ, വേസ്റ്റ് കൊണ്ടേ കളയാറില്ലേ? എന്തുകൊണ്ടാ? ആ സാമ്പാർ ഉണ്ടാക്കും, എന്നാ പിന്നെ വേണ്ടാത്തതിന് ചേർക്കാതിരുന്നാ പോരെ? എല്ലാ കറിയിലും കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. വറുക്കാൻ കറിവേപ്പില നിർബന്ധമാണ്. ആരൊക്കെ കഴിക്കുന്നുണ്ട് ആ കറിവേപ്പില? എടുത്തു കളയുമ്പോൾ എന്തെങ്കിലും കുറ്റബോധം തോന്നാറുണ്ടോ? ഇല്ല. ഇതുപോലെ ആയിരിക്കണം ജീവിതത്തിലും. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക, അറിയേണ്ടതിന് കളയുക, സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും പറയുന്നു, ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വീണ്ടും സാർ, ചിലത് വെട്ടിക്കളയാൻ പറ്റാത്തതാകുന്നു കുടുംബം നീളം. വെട്ടിക്കളയുക എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ അയാൾക്ക് കൊടുത്ത സ്ഥാനത്തെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ലേ? ഡിസസോസിയേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ജേർണി ടു ഹാപ്പിനെസ്സിൽ കയറി പഠിക്കുക. എന്താണ് ഈ വെട്ടിക്കളയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്ന് വെച്ചാൽ കത്തിയെടുത്ത് തട്ടിക്കളയുക എന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സുകൊണ്ട് വിട്ടുകളയുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ജേർണി ടു, അല്ലെങ്കിൽ നിങ്ങൾ ആ പുസ്തകം വായിക്കണം. അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാവരും പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ? ഏറ്റവും മിക്ക ആൾക്കാരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. മനസ്സൊരു വിസ്മയം വായിച്ചിട്ടുണ്ട്, ജീവിത വിജയത്തിന്റെ രഹസ്യം വായിച്ചിട്ടുണ്ട്, സ്വഭാവത്തെ വിശ്വാസം, എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. എത്ര പേര് ഇത് വായിക്കുന്നുണ്ട്? അതിലൊരു സാക്ഷിഭാവം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്ന് ജനിറ്റു, നമ്മുടെ മനസ്സൊരു വിസ്മയത്തിൽ
സാക്ഷിഭാവം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. വാങ്ങിക്കാത്തവർ തുടരെ വാങ്ങിച്ചോളുക. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇന്ന് പെട്ടെന്ന് ഓർത്താണ്, ഈ പുസ്തകം വാങ്ങിച്ചവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് അറിയണ്ടേ? നിങ്ങൾ വാങ്ങിക്കുന്നു എന്ന് അറിയണ്ടേ? വാങ്ങിച്ചാലല്ലേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. പുസ്തകം വാങ്ങിച്ചവരെല്ലാവരും ആ പുസ്തകത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എന്നെ 2 ചീത്ത പറയാനാണ് തോന്നിയെങ്കിൽ അങ്ങനെ, എന്നെ ഞാൻ എഴുതിയത് ഇഷ്ടപ്പെട്ടു എങ്കിൽ അങ്ങനെ, എന്താണോ പറയാൻ തോന്നിയത് അതൊരു ഒന്നിക്കലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ് അറിയിക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കുക. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായം എന്ന് വെച്ചാൽ നന്നായി പറയുന്ന ഒരാൾ, അത് നല്ലതാവാം, പുസ്തകത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് വിമർശനമാകാം, എന്തുമാവാം. നന്നായി പറയുന്ന ഒരാൾക്ക് സമ്മാനം നൽകാൻ തീരുമാനം. ഒരാൾക്കെന്നല്ല, ഒരു 10-15 പേർക്ക് ഏത് പുസ്തകം എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ വായിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് സമ്മാനം ചിലപ്പോൾ വിലപിടിച്ചൊരു കോഴ്സാവാം, അല്ലെങ്കിൽ പുസ്തകം നിങ്ങൾ വാങ്ങിക്കാത്ത എൻ്റെ ഒരു പുസ്തകമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ആവാം. ഇതിൽ നല്ല വില കൂടിയ കോഴ്സുകളാവാം. ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് ഞാൻ ഫ്രീ തരും. എല്ലാവർക്കുമല്ല, നല്ല കാമ്പുള്ള അഭിപ്രായം വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഏത് രൂപത്തിലും അറിയിക്കാം. ഇത് വേറൊന്നിനുമല്ല, നിങ്ങൾ ഇത് വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ അലുമാരയെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും, പോകുന്ന വഴിക്കൊക്കെ ദിനേശ് സാറിന്റെ പുസ്തകമുണ്ട്, ദിനേശ് സാറിന്റെ പുസ്തകമുണ്ട്, ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി തുടങ്ങുക. നല്ലതായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ എഴുതിയിട്ടോളൂ, അല്ലെങ്കിൽ എനിക്ക് അഡ്മിൻ അയച്ചു കൊടുത്തോളൂ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ എഴുതിയിട്ടോളൂ, വീഡിയോ ആക്കി ഇട്ടോളൂ. ക്ലാരിറ്റി ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അഭിപ്രായം പറയുക. അല്ലെങ്കിൽ യൂട്യൂബിന്റെ താഴെ, യൂട്യൂബ് കേൾക്കുന്നവർ യൂട്യൂബിന് താഴെ കമന്റ് ആയിട്ടോളൂ, ഇതെല്ലാം ഞങ്ങൾ നോക്കി വെച്ചോളാം. എന്നിട്ട് നിങ്ങളുടെ സമ്മാനം നിങ്ങളെ വിളിച്ചിട്ട്, യൂട്യൂബിൽ കമന്റ് ആയിട്ട് ഇടുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നമ്പർ ആവശ്യപ്പെട്ടാൽ നമ്പർ തരിക. നമ്പറായിട്ട് നിങ്ങൾ എവിടെ ഇടേണ്ട, ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം എത്തിക്കുന്നതായിരിക്കും എന്ന് മാത്രം ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ മാറ്റങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ ലൈവ് ക്ലാസ് ഉണ്ട്. അതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ചാടിക്കോളൂ. എന്തെങ്കിലും ഒരു സർപ്രൈസ് എന്ന് അവിടെ തന്നിട്ടേ പോകും. പുസ്തകം വാങ്ങിക്കാത്തവർ പെട്ടെന്ന് വാങ്ങിക്കൂ സുഹൃത്തെ. എന്തിനാണ് ഇനിയും വൈകുന്നത്? പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കേണ്ട ഒരു 2 minutes കൊടുത്തത്. താങ്ക് യു സാർ. എല്ലാം വീഡിയോ ആയിട്ട് അയച്ചു തരാനാണ് വിചാരിക്കുന്നത്. അത് വായിച്ച് ഒരുപാട് സമാധാനത്തോടു കൂടി ജീവിക്കാണ്. വീട്ടില് കുറച്ച് പ്രാരാബ്ദങ്ങളുണ്ട്, അത് സാറോട് ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് കുറച്ചൊന്ന് ഒഴിവായാൽ ഞാൻ സാറോട് പറയുന്നുണ്ട്. അതുവരെ ഞാൻ മൗനമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ എനിക്ക് തന്നെ എന്താണെന്ന് അറിയില്ല, വായിച്ചത് തന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ എത്ര നേരം വേണമെങ്കിൽ അത് വായിച്ച് എന്റെ മനസ്സിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ നടക്കുകയാണ് സാർ. അത് അടുക്കളയിലും ബെഡ്റൂമിലും വരാന്തയിലും ഒക്കെ ഈ പുസ്തകം ഒന്ന് വായിച്ച്. തീർച്ചയായും താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അത് തന്നെയായിരുന്നു എഴുതുമ്പോൾ ഉദ്ദേശം. ഒറ്റ പ്രാവശ്യം വായിച്ചാലൊന്നും ഒന്നും പിടികിട്ടില്ല, വായിച്ചുകൊണ്ടേയിരിക്കണം. കുറെ പ്രാവശ്യം വായിക്കാൻ രീതിയിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു. പ്രമീള ഒന്നും പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തത്. സാർ, പിന്നെ ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോ സാറിന്റെ 5-ാം ദിവസമാണ് ഞാൻ ഇന്ന് സാറിന്റെ ക്ലാസ്സിലേക്ക് കയറിയിട്ട്. പിന്നെ എനിക്ക് ഒരുപാട് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന, പിന്നെ എനിക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റും സാർ. അതാ ഞാൻ ടൈപ്പ് ചെയ്യാത്ത. സോറി. ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാത്ത. പക്ഷെ ഒരുപാട് എനിക്കിഷ്ടമാണ്. എനിക്ക് സാറെ കാണണം, സംസാരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് സാറെ കണ്ട് സംസാരിക്കണം. ഞാൻ ഒരു സമയത്ത് പ്രസീത മാമിന്റെ അടുത്ത് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, പക്ഷെ അതിന് റിസൾട്ട് ഒന്നും വന്നില്ല. പിന്നെ എനിക്ക് ക്ലാസ് കയറണം എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ വീട്ടമ്മയാണ് സാർ. വീട്ടമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മാത്രം, പുറത്തേക്ക് പോകുന്ന ഒരു ഇതുമില്ല, കൊണ്ടുപോകുന്നതും ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതില്
ഞാൻ അതെല്ലാം നേടും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ആണ് പിന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിനെ ഇങ്ങനെ കാണാൻ പറ്റിയത്. ഇതന്നെ എനിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമായി സാർ. എനിക്ക് ഇങ്ങനെ സാറിനെ കാണാൻ പറ്റിയല്ലോ. ഇനി ഞാൻ നേരിട്ട് വരും. പിന്നെ എനിക്ക് ബുക്ക് മേടിക്കണം. പിന്നെ അതിന് ഞാൻ ചെറിയ എൻ്റെ ഭർത്താവ് അമ്പലത്തിൽ നിൽക്കുന്ന 4000 രൂപ ശമ്പളം. അപ്പൊ അതില് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇതാണ് ഞാൻ. അപ്പൊ അതില് എന്തെങ്കിലും ചില്ലറ കിട്ടുന്ന ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പൊ 200 രൂപ ഉണ്ട്. ഞാൻ അത് കൂട്ടിയിട്ട് ഞാൻ ബുക്ക് മേടിക്കും സാർ. ഞാൻ മേടിച്ചിരിക്കും. ഞാനേ ഉഷയാണ്. ഒരു മിനിറ്റ് ആ അഡ്രസ് ഉഷ, ഒരു മിനിറ്റ്. പ്രമീള, നിങ്ങൾ പ്രസീതയുടെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? വാട്സപ്പ് നമ്പർ ഉണ്ടോ? എനിക്ക് മെസ്സേജ് അയച്ചു. അറിയോ? ആളറിയോ? ഇല്ല, അങ്ങനെ ഒരാളെ അറിയില്ല. എനിക്കായിരിക്കില്ല. നമ്പർ പറയൂ, മാമിന്റെ നമ്പർ പറയുമെന്ന്. മാമിന്റെ നമ്പർ പറയൂ സാർ. ഞാൻ വാങ്ങിച്ചു കൊടുക്കാം സാർ 2 ബുക്ക്. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാൻ വേണ്ടിയാ ചോദിച്ചത്. പ്രമീള നമ്പർ ഒന്ന് പറയാമോ? വിളിക്കാൻ വേണ്ടി അങ്ങോട്ട്. ഞാൻ ആ ബുക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഉഷയെന്ന് പറഞ്ഞത് സാറേ. അല്ലല്ല, പുസ്തകം ഞാൻ അയച്ചു കൊടുത്തോളൂ. നിങ്ങൾ ആരും വാങ്ങിച്ചു കൊടുക്കണ്ട. ഞാൻ അയച്ചു കൊടുക്കാനാ നമ്പർ ചോദിച്ചത്. നമ്പർ എന്നാലും ബന്ധപ്പെടാൻ പറ്റും. ഓക്കെ. പ്രമീള എവിടെയാണ് ഒന്ന് തിരിച്ചു വരും കേട്ടോ. ഒരു വന്നിട്ടാ പറഞ്ഞു. ഇല്ലെങ്കിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കിട്ടണേ. ആ നമ്പർ വാങ്ങിച്ചിട്ട് പുസ്തകം ഇപ്പൊ തന്നെ, നാളെ തന്നെ പുസ്തകം അയച്ചു കൊടുക്കണം. ഇപ്പൊ സീത ഓക്കെ. ഇനി ആരും അനുഭവം പറയാനില്ല? ഇനി ആരും പറയാനില്ലല്ലോ. നാളെ ക്ലാസ് കിടക്കട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അത് എടുത്തു പറയുകയാണെങ്കിൽ എന്റെ ഒരു ലൈഫ് അതിൽ കൂടെ പോയി എനിക്ക് തോന്നി. കാര്യം വേറെ ആരുമല്ല, എന്റെ ഫ്രണ്ട് തന്നെയാണ്. പക്ഷെ അവരിങ്ങനെ എന്നെ കാണുമ്പോ മിണ്ടാതെ നടന്നു. ഞാൻ അവരെ കാണുമ്പോ ചിരിക്കും. അപ്പൊ അവരപ്പുറം പോവും ഇപ്പുറം പോവും. പിന്നെ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് ചിരിക്കും, സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സത്യമാണ്, ഞാൻ സാറി ക്ലാസ് എടുക്കുമ്പോ എക്സാക്ട്ലി സെയിം സിറ്റുവേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ അവര് തന്നെ മാറിപ്പോയിട്ട് അവര് തന്നെ മനസ്സിലാക്കിയിട്ട് അവര് തന്നെ കുറെ എന്നെ കുറിച്ച് പുറത്തെല്ലാം പറഞ്ഞിട്ട് അവര് തന്നെ പിന്നെ തിരിച്ച് അത് മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ അനുഭവമാണ്. അനുഭവത്തിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വെരി ഗുഡ് ക്ലാസ്. ഇഷ്ടം പോലെ. താങ്ക് യു താങ്ക് യു വെരി മച്ച് എവരിവൺ. നമുക്ക് നാളെ കാണാം. താങ്ക് യു. Bye.